ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന് പറഞ്ഞത് യേശുക്രിസ്തുവാണ്. എന്നാൽ അതിനൊരു ശാസ്ത്രീയ വശം അല്ലെങ്കിൽ മനഃശാസ്ത്രമുണ്ട് എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മെ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുപക്ഷെ അത് വിഷമമുണ്ടാക്കുവാൻ കാര്യമാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു ലെജിസ്ലേറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് ശക്തനായ ഒരു റൈവലറി അല്ലെങ്കിൽ ഒരു എതിരാളി ഉണ്ടായിരുന്നു. അപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വിചാരിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തെ ശത്രുക്കളുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റി ഒരു സ്നേഹിതനാക്കി മാറ്റുവാൻ സാധിക്കുക എന്നുള്ളത്. പലപ്പോഴും നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ ശത്രുക്കളായാൽ വലിയ ദോഷം ചെയ്യും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും പലപ്പോഴും നമ്മെ കുഴിയിൽ ചാടിക്കുന്നത്. കാരണം ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് നമ്മെക്കുറിച്ച് എല്ലാം അറിയാം, നമ്മുടെ വീക്ക്നെസ് അറിയാം, സ്ട്രെങ്ത് അറിയാം, നമ്മുടെ പോരായ്മകൾ അറിയാം, ചിലപ്പോൾ പല രഹസ്യങ്ങളും അറിയാൻ സാധിക്കും. ഒരിക്കലും അവർ ശത്രുവായി മാറിയാൽ അവർക്ക് നമ്മെ ഏറ്റവും അധികം ഉപദ്രവിക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു ശത്രു നമ്മുടെ സുഹൃത്തായാൽ ആ സുഹൃത്ത് വളരെ ആത്മാർത്ഥതയുള്ളവരും നമ്മെ തീർച്ചയായും സഹായിക്കുവാൻ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കുന്നൊരു വ്യക്തിത്വമായിരിക്കും ശത്രുമിത്രമായതെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തൻ്റെ റൈവലറി ആയിട്ടുള്ള ലെജിസ്ലേറ്ററെ എങ്ങനെയെങ്കിലും സുഹൃത്താക്കണമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം മനസ്സിലാക്കി ഈ ശത്രുവായിട്ട് അല്ലെങ്കിൽ റൈവലറി ആയിട്ടുള്ള ലെജിസ്ലേറ്ററുടെ കൈവശം ഒരു അമൂല്യമായ പുസ്തകമുണ്ട് എന്ന്, അല്ലെങ്കിൽ എല്ലാവരുടെയും കൈവശമില്ലാത്തൊരു പുസ്തകമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു കത്ത് എഴുതുകയാണ് ഈ റൈവലറിക്ക്. ഈ ഒരു പുസ്തകം തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് അതൊന്ന് വായിക്കുവാനായി തരാമോ എന്നാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചോദിച്ചത്. തിരിച്ച് മറുപടി ലഭിച്ചു, ആ പുസ്തകം വായിക്കുവാൻ തരാമല്ലോ എന്ന്. അങ്ങനെ അദ്ദേഹം ആ പുസ്തകം വായിച്ചു, പുസ്തകം ലഭിച്ചു, പുസ്തകം വായിച്ച ശേഷം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ റൈവലറി അടുത്ത ഒരു മീറ്റിങ്ങിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഈ റൈവലറി ആയിരുന്ന ആൾ വളരെ സ്നേഹത്തോടും വളരെ ഊഷ്മളതയോടും കൂടി ഇദ്ദേഹത്തോട് പെരുമാറുകയായിരുന്നു. പിന്നീട് അവർ ഒരു മിത്രങ്ങളായി അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായി മാറിയെന്നാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നത്. ഇങ്ങനെ ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ നമ്മോട് ഹോസ്റ്റൈലായിട്ട് അപരിചിതമായി പെരുമാറുന്നവരെ മിത്രങ്ങളാക്കി മാറ്റുന്ന ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു രീതിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് എങ്ങനെയാണ്? നമ്മോട് ഹോസ്റ്റൈലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു ഫേവർ സ്വീകരിക്കുകയാണ് എങ്കിൽ അവർക്ക് നമ്മെ പിന്നീട് സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ പിന്നീട് നമ്മെ സഹായിക്കുവാനായി കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇഫക്റ്റിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം നമ്മെ സഹായിക്കുന്ന ആ ശത്രുവായിട്ടുള്ള ഹോസ്റ്റൈലായിട്ടുള്ള ആൾക്ക് പിന്നീട് നമ്മെ സഹായിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് ഈ ചിന്ത. ഇതിന് പിന്നിലുള്ള സൈക്കോളജി എന്താണ് അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഡിസ്സണൻസ് ആണ്. കോഗ്നിറ്റീവ് ഡിസ്സണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ചിന്ത, അത് യഥാർത്ഥത്തിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യമല്ല, പക്ഷേ നാം അതിനെ പെർസ്യൂ ചെയ്യുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നാം സ്മോക്ക് ചെയ്യുന്നു, പക്ഷേ സ്മോക്ക് ചെയ്താൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് നമുക്കറിയാം, പക്ഷേ നാം സ്മോക്ക് ചെയ്യുകയാണ്. അപ്പോൾ മനസ്സിലൊരു ചിന്തയാണ് അല്ലെങ്കിൽ മനസ്സിലൊരു ഡിസ്സണൻസ് ആണ്, അത് ചെയ്യുന്നത് ശരിയല്ല, അത് ചെയ്താൽ എനിക്ക് ഇന്ന ഒരു കോൺസിക്വൻസസ് ഉണ്ടാകും, പക്ഷെ ഞാൻ ചെയ്യുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ അതിനെ ന്യായീകരിക്കുവാനായി നമ്മുടെ മനസ്സ് തത്രപ്പെടും. അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ശത്രുക്കളെ സഹായിക്കുക അല്ലെങ്കിൽ നമ്മോട് അധികം ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ നമ്മോട് ഹോസ്റ്റലായിട്ട് പെരുമാറുന്ന ആളെ സഹായിക്കുവാനുള്ളൊരു സാഹചര്യം വന്നു ചേരുമ്പോൾ താൻ ചെയ്യുന്ന ആക്ഷനെ ജസ്റ്റിഫൈ ചെയ്യുവാൻ അല്ലെങ്കിൽ താൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് തോന്നുന്ന ആ ഒരു എഫക്റ്റ്, അതിലൂടെ സഹായം നമുക്ക് വീണ്ടും ലഭിക്കുകയും ശത്രുക്കളെ മിത്രമാക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ കൂട്ടത്തിൽ നമുക്കൊരുപക്ഷെ ശത്രുക്കളുണ്ടാകാം, നമ്മെ അപരിചിതരായി കാണുന്ന ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മെ ഒരു ഹോസ്റ്റൈലായി നമ്മെ നോക്കുകയും നമ്മെ കാണുകയും ചെയ്യുന്ന ആളുകളുണ്ടാകാം. തീർച്ചയായും അത്തരം ആളുകളെ നമ്മുടെ ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് ഗണത്തിൽ ഉൾപ്പെടുത്തുവാനായി ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് എന്നുള്ള ചിന്ത തീർച്ചയായും ഉപകാരപ്പെടും. മറ്റൊരു കാര്യം തന്നെയാണ് സെൽഫ് പെർസെപ്ഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി. നാം അപരിചിതരായിട്ടുള്ള വ്യക്തിയോട് അവരോടൊരു ഫേവർ ആവശ്യപ്പെടുമ്പോൾ അവർ തീർച്ചയായും നമ്മെ പോസിറ്റീവായി കാണുവാൻ സാധ്യതയുണ്ട് എന്നും
നമ്മെ വാല്യൂ ചെയ്യുവാനും പിന്നീട് സഹായങ്ങൾ ചെയ്യുവാൻ താല്പര്യമുണ്ടാകും എന്നുള്ള ചിന്തയാണ് സെൽഫ് പെർസെപ്ഷൻ തിയറി പറയുന്നത്. എന്തായാലും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് എന്നുള്ളത് നാം അപരിചിതരായ വ്യക്തികളിൽ നിന്ന് ഒരു ഫേവർ ചോദിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ആളിൽ നിന്ന് ഫേവർ ചോദിക്കുകയും അപ്രകാരം ആ ഫേവർ നേടിക്കഴിയുമ്പോൾ അവർക്ക് പിന്നീട് നമ്മെ ഫേവർ ചെയ്യുവാൻ, നമ്മെ സഹായിക്കുവാനായി താല്പര്യം കൂടുതലുണ്ടാകും എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ചിന്തയിൽ നിന്നാണ് ഈ എഫക്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇത് എവിടെയെല്ലാം പ്രയോഗിക്കാമെന്നുള്ള കാര്യം ചിന്തിക്കുക. ഒപ്പം തന്നെ നമ്മോട് സഹായം ആവശ്യപ്പെടുന്നവരുടെ മനസ്സിൽ ഇപ്രകാരം ചിന്തകൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു മുൻകരുതലും ഉണ്ട് എങ്കിൽ തീർച്ചയായും ജീവിതം വളരെ നന്നാക്കുവാനും അപ്രകാരം നമ്മുടെ ശത്രുക്കളെ മിത്രമാക്കി മുന്നോട്ട് പോകുവാനും കൂടുതൽ ഫേവേഴ്സ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന് ജീവിതം പുഷ്ടിപ്പെടുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ചിന്ത പറയുന്നത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.